ഇജ്ജ് നല്ലൊരു മനസ്സിനാകാൻ നോക്ക് എന്ന നാടകം എഴുതിയ EK അയമു. നിങ്ങൾ നോക്കൂ, ലോകത്തിന് ഇത്രമാത്രം മഹത്തായ സന്ദേശം നൽകിയ മറ്റൊരു നാടകം ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. നീ ഒരു നല്ല മനുഷ്യനാവുക എന്ന സന്ദേശമാണ്. ഇജ്ജ് നല്ലൊരു മനസ്സിനാകാൻ നോക്ക്, അതാണ് നാടകത്തിൻ്റെ പേര്. എഴുതിയത് EK അയമുവാണ്. സമീപകാലത്ത് പ്രിയങ്കരനായ കവി മുരുകൻ കാട്ടാക്കട മനുഷ്യനാകണം എന്ന മാനവികതയുടെ മഹാമുദ്രാവാക്യത്തിന് കാവ്യഭാഷ്യം രചിച്ചു. രണ്ടും ഒരേ ആശയമാണ്. മനുഷ്യരാവുക എന്ന് സകലരെയും ഓർമ്മപ്പെടുത്തിയ മഹാ ആശയത്തിന് കരുത്തു പകർന്ന ഒരു നാടാണ് നമ്മുടെ നാട്. EK അയമുവിനെ പോലെ, ഡോക്ടർ ഉണ്ണീനെ പോലെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള നിലമ്പൂർ ഐഷയെ പോലെ, നിലമ്പൂർ ബാലനെ പോലെ, KG ഉണ്ണീനെ പോലെ, SA ജമീലിനെ പോലെ എത്ര പേർ, ഞാൻ വിട്ടുപോയിട്ടുള്ള പേരുകൾ നിങ്ങൾ ക്ഷമിക്കുക, എത്ര പേർ. മാനവികതയുടെ പടപ്പാട്ടുകാർ, നവോത്ഥാനത്തിൻ്റെ പതാകവാഹകർ, മതനിരപേക്ഷ ചിന്തയുടെ ആൾരൂപങ്ങൾ ഉഴുതുമറിച്ച ഒരു നാടാണ് നമ്മുടെ നാട്. ലോകപ്രശസ്തമായ നിലമ്പൂർ തേക്കിൻ്റെ പ്രത്യേകത അതിന് ഉൾക്കാമ്പുണ്ട് എന്നാണ്. അതിവിടെ വളരുന്ന ഒരു വൃക്ഷത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. ഉൾക്കരുത്തുള്ള മനുഷ്യർ ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന വേദി കൂടിയാണ് ഈ വേദി. നാം ഈ തിരഞ്ഞെടുപ്പിൽ ഈ പരാമർശിക്കപ്പെട്ട മഹാരഥരായ വ്യക്തിത്വങ്ങളൊക്കെ പിറന്നു വീണ ജനിച്ചു വളർന്ന ഒരു മണ്ണാണ് ഈ മണ്ണ്. അവരുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ നിസ്സാരനായ ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ അതല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. പിന്നെയോ, ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യം ഇവിടെ സംസാരിച്ച നേതാക്കന്മാർ സൂചിപ്പിച്ചു. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുന്നോടിയായി നടക്കുന്ന ഒടുവിലത്തെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ്, ഇതിന് രണ്ടിനും മുൻപായി നടക്കുന്ന ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. നമുക്കൊരു നവകേരളം കെട്ടിപ്പടുക്കണം. കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ തുടരണം. ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. മതനിരപേക്ഷത പോറലേൽക്കാതെ സംരക്ഷിക്കപ്പെടണം. കേരളത്തോട് അനീതി കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ കലവറയില്ലാതെ ചെറുക്കാൻ കഴിയണം. നമ്മുടേത് മലയോര മേഖലയാണ്. അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാനാവാത്ത വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം. ഇതൊക്കെ ഈ നാടിൻ്റെ ആവശ്യമാണ്.